ഹായ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ആഗ്രയിൽ നിന്ന് ഇന്ന് റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ പോണത് ഡൽഹിക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിന് ഞങ്ങൾ നേരെ ഡൽഹി പോയിട്ട് ഇന്ന് രാത്രി നാളെ രാവിലെ ഏകദേശം ഇന്ന് രാത്രി ഒരു 3 മണി 3:30 ടൈമിൽ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് കാശ്മീർക്ക് പോകും. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് നിസാമ എന്താടാ നിസാമ എന്തിലോ പോയി ചവിട്ടിക്കൊണ്ട് രാവിലെ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. റൂമിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ, നടക്കാനുള്ള ദൂരമാണ്. ആഗ്രയിൽ നിന്ന് ട്രെയിന് കയറി ഇപ്പോൾ നിസാമുദ്ദീനിൽ വന്നിറങ്ങി. ന്യൂ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾക്ക് ഇന്ന് ഡൽഹി ഫുള്ള് കറങ്ങണം. ഇന്ന് രാത്രി പുലർച്ചെ 3:50 ഞങ്ങൾക്ക് ജമ്മു താവിക്ക് ട്രെയിനുള്ളത്. അപ്പോൾ ഇന്ന് പകലും ഇന്ന് രാത്രി ഫുള്ളായിട്ട് ഞങ്ങളിവിടെ ഡൽഹിയിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോഴ് കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അതൊക്കെ ഏകദേശം കാണാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇന്ന് രാത്രിയോടെ ജമ്മു താവി പോകും. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാന്. എന്തായാലും ആഗ്രയിൽ നിന്ന് ഇവിടേക്ക് ഈ നിസാമുദ്ദീനുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരുന്നില്ല, ചെറിയ ലോക്കൽ ടിക്കറ്റ് ആവുക. കാരണം എന്തായാലും ഇപ്പോൾ നല്ലൊരു ടാസ്ക്കായി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഞങ്ങൾക്ക് ആ ട്രെയിൻ യാത്ര. ഓക്കെ, അപ്പം ഇനി ഭക്ഷണം രാവിലത്തെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചാൽ തൽക്കാലം ഞങ്ങളുടെ ഉണ്ടായിരുന്ന സ്നാക്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഭക്ഷണം കഴിക്കണം, റൂം എടുക്കണം, ലഗേജ് അവിടെ വെക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് കറങ്ങാൻ പോകണം. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ഇതേ നിസാമുദ്ദീൻ തന്നെ ഞങ്ങൾക്ക് ജമ്മു താവിക്ക് ടിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ കാണാം ഗൈസ്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കാണ് കഴിച്ചെന്നുള്ളൂ അല്ലേ? എത്ര കൊണ്ടായി ഇപ്പോൾ? 3 മണി കഴിയുമ്പോൾ 3 മണിക്കാണ് കഴിച്ചത്. 3 മണിക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ കുത്തബ് മിനാർ കാണാൻ പോകണം. കുത്തബ് മിനാർ കാണാൻ നമ്മൾ ലോ ഫ്ലോർ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കുത്തബ് മിനാറാണല്ലോ പോണ്. അതൊക്കെ കാണോ? നമ്മളെ റൂം എടുത്ത് നമ്മളെ ലഗേജും കാര്യമൊക്കെ ഇവിടെ അടുത്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇനി വരുമ്പോൾ റൂമൊക്കെ നേരെ ചെന്ന് അവിടുന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് നേരെ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ജമ്മു പോകും. ഇന്ന് രാത്രി പാനിപ്പൂരി കണ്ട പാനിപ്പൂരി അവിടെ ഇത് തന്നെയാണ് അപ്രൂസ് കേരള റെസ്റ്റോറന്റ്. 24 കിലോമീറ്റർ ഒക്കെ കേരള റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്പർ
എത്ര ആളാ നോക്കുകയാണെങ്കിൽ 1 മണി 2 മെട്രോയിലൊക്കെ 4 മുറി കിട്ടോ 80 കിലോ ഞാനിന്റെ മേലെ മുന്നിൽ 3 ആണ് 3, 4, 7 ആളായിട്ട് ഓട്ടോറിക്ഷയിൽ നമ്മുടെ നാട്ടിലേക്ക് നടക്കുമോ? ഡൽഹി മെട്രോയിലാട്ടോ ഞങ്ങൾ കുത്തബ് മിനാറിൻ്റെ അവിടുന്ന് കയറി ഇനി റെഡ് ഫോർട്ടിലേക്ക് പോവാണ്. അവിടെ പോകാൻ വേണ്ടി മെട്രോയിൽ വന്നാണ്. മെട്രോയിൽ ടിക്കറ്റ് എടുത്തത് ആ മെട്രോക്ക് വണ്ടിക്ക് കൊണ്ട് കാത്തിട്ടുണ്ട്. ജുമാ മസ്ജിദിൻ്റെ അടുത്ത് കൂടെയുള്ള മാർക്കറ്റിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ഒരുപാട് കാഴ്ചകളും വെറൈറ്റി ഫുഡുകളും ഒന്നൊന്നര ഫുഡ് കാണാണ്ട് വെച്ചാലും പോരെ. ഫുഡ് ഐറ്റംസ് ആണ്. ഈ വണ്ടിയാണ് ആകെ കച്ചറ. ഈ വണ്ടി എല്ലായിടത്തും കൂടി ഐറ്റംസ് അല്ലേ? യൂട്യൂബിലൊക്കെ ട്രെൻഡായി ഹാജി മുഹമ്മദ് ഹുസൈൻ ചിക്കൻ ചില്ലി ഐറ്റംസിൻ്റെ കടയിലാട്ടോ ഇതിരിക്കണ മൂപ്പര് കണ്ടില്ലേ? സാധനം കിട്ടി. കാര്യം പറയാം എങ്ങനെയുണ്ട് അവിടെ ലാഭവിടെ കുഴപ്പമില്ല. കേരളത്തിൽ വന്ന യൂട്യൂബിൻ്റെ അവിടുത്തെ എടുക്കുന്നു സമയം കഷ്ണം എടുത്തോ സാധനം വാങ്ങുന്നുണ്ട്. പെരും പർച്ചേസിംഗിലാണ്. എത്ര? 200 रियाल का 200 റിയാലല്ല 200 रुपये ഷൂക്കെ ഇതൊക്കെ 200 മൊത്തത്തിൽ. പർച്ചേസിംഗിലാട്ടോ. ജുമാ മസ്ജിദ് ഖബർസ്ഥാനല്ല എന്താണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള മാർക്കറ്റ് ജുമാ മസ്ജിദ് ബസാറിന്ന് പർച്ചേസ് ചെയ്യാം. ജാബിറൊക്കെ പെരും പർച്ചേസിംഗിലാണ്. ഷൂസൊക്കെ വാങ്ങി. ഇതെന്ത് വാങ്ങി? ഞാൻ വാങ്ങിക്കൂടാ അതവിടെ കേസിൽ. അടിപൊളി നൈക്ക് ഇതെന്ത് വാങ്ങിടാ? ലാസ്റ്റ് പറയാം. ഇതെന്ത് വാങ്ങി? ഷൂ അടാ ഉനക്ക് ലേസുള്ള പറ്റൂല. കാണണ്ടോ? നിസാമുദ്ദീനിലാണ്. ഞങ്ങള് ജമ്മുക്ക്
പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫുള്ളവിടെ കിടക്കുന്നുണ്ട്. ഉറക്കം കിട്ടിയിട്ടില്ല. റൂമിൽ നിന്ന് കുറച്ച് നേരത്തെ പോകുന്നത് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ചെറിയ ക്ഷീണമുണ്ട്. അപ്പോൾ ഒക്കെപ്പാടെ ഞങ്ങൾ ഇന്ന് ജമ്മുക്ക് പോവാണ് ട്രെയിനിൽ. രാവിലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഡൽഹി കാണാനുള്ളതൊക്കെ കണ്ട് ഇന്ന് ജമ്മുക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ജമ്മുവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിസാമുദ്ദീനിൽ തിരിച്ചെത്തിക്കുന്നു. നല്ല തണുപ്പാട്ടോ, അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു തണുപ്പന്നെ ഉള്ളൂ, ഓവറൊന്നുമില്ല, തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം.